അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ടവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായ വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ സൂറ റഹ്മാൻ 28 ആയത്തുകളാണ് ഇതുവരെ പഠിച്ചത്. ഈ ആയത്തുകൾ അള്ളാഹുവിൻ്റെ അർ-റഹ്മാൻ എന്ന സവിശേഷതയെ പരിചയപ്പെടുത്തുന്നതാണ് ഈ സൂറത്തിൻ്റെ എല്ലാ ആയത്തുകളും. അപ്പം അതിൽ ഇതുവരെയുള്ള ആയത്തുകൾ നോക്കിയാൽ 2 ഭാഗമായിട്ട് തിരിക്കാം. റഹ്മത്തിനെയാണ് പരിചയപ്പെടുന്നത്. റഹ്മാൻ, റഹ്മത്ത് എന്താണ് എന്നുള്ളത്. അപ്പം അതിൽ ആദ്യത്തെ 25 ആയത്തുകൾ ജീവിതം പഠിപ്പിക്കുകയാണ്. ജീവിതം ഇങ്ങനെ നമുക്ക് കാണിച്ചിട്ട് സൂര്യൻ, ചന്ദ്രൻ, ചെടികൾ, കടൽ, ഇങ്ങനെ ജീവിതം കാണിച്ചുകൊണ്ട് റഹ്മത്തിനെ പരിചയപ്പെടുന്ന ആയത്തുകളാണ്. അപ്പോൾ അതിലാണ് അള്ളാഹു അറിവിനെ കുറിച്ച് പറയുന്നത്, റഹ്മത്തിൻ്റെ ഉദാഹരണമായിട്ട് സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നത്, അതേപോലെ തന്നെ നമ്മുടെ സൃഷ്ടിപ്പ്, കടൽ, ഇതൊക്കെ പറയുന്നത്. 25-ാമത്തെ ആയത്ത് മുതൽ മറ്റൊരു ശൈലിയിലാണ് ഈ റഹ്മത്തിനെ പരിചയപ്പെടുന്നത്. അത് ഈ ജീവിതം ഇല്ലാണ്ടായാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഈ ജീവിതത്തിൻ്റെ എല്ലാ സാധനങ്ങളും തകരുന്ന അവസ്ഥ. ഇത് ഖുർആൻ്റെ ഒരു ശൈലിയാണ്. ഖുർആൻ വ്യവസ്ഥ ഉള്ളപ്പോൾ കുറിച്ചിങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹിനെ പരിചയപ്പെടുത്തും. എന്നിട്ട് നമ്മളെ മനസ്സിനെ തന്നെ ഉണർത്താൻ വേണ്ടിയിട്ട് വ്യവസ്ഥ ഇല്ലാണ്ടായാൽ എന്താകും എന്നും കൂടി പറയുന്നു. അപ്പം കഴിഞ്ഞ ക്ലാസ് മുതൽ നമ്മൾ അതാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവും, കുല്ലുമൻ അലൈഹ ഫാൻ എന്ന് വെച്ചാൽ ഇതുവരെ അള്ളാഹു മൊത്തം നമ്മളെ കടൽ, പ്രപഞ്ചം എല്ലായിടത്തും കൊണ്ടുപോയിട്ട് ലാസ്റ്റ് പറയുന്നത് എന്താണ്? ഇതെല്ലാം നശിച്ചു പോകും. പക്ഷെ നശിച്ചു പോകും എന്ന് പറയുന്നതും റഹ്മത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കാരണം അള്ളാഹു ഇതെല്ലാം എന്താണ്? അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ ഒരു തെളിവുകളാണ്. അള്ളാഹിൻ്റെ റഹ്മത്ത് എപ്പം അള്ളാഹ് വേണ്ടാന്ന് വെക്കുന്നോ അപ്പം ഇതൊന്നും ഇല്ലാതാകും എന്നുള്ളതാണ് അവിടെ പഠിക്കുന്നത്. അപ്പം അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ഒരു നിസ്സാരത, അതുപോലെ തന്നെ ആകെ ഒരു അസ്തിത്വം മാത്രമേ ഉള്ളൂ, അത് അള്ളാഹുവിൻ്റെത് മാത്രമാണ്, നമ്മളതൊക്കെ റിലേറ്റീവായിട്ടുള്ള ആപേക്ഷികമായ അസ്തിത്വമാണ് എന്ന് നമ്മൾ പഠിച്ചു. ഇന്നത്തെ ആയത്തുകൾ അതിൻ്റെ തുടർച്ചയാണ്. കുറച്ചും കൂടി ഡീപ്പായിട്ട് അള്ളാഹു പോവുകയാണ്. 29-ാമത്തെ ആയത്ത്, യസ്അലുഹു മൻഫിസ് സമാവാതി വൽ അർള്. യസ്അലുഹു എന്ന് പറഞ്ഞാൽ ചോദിച്ചു കൊണ്ടിരിക്കുന്നു, അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞത്? വയബ്കാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അള്ളാഹുവിൻ്റെ വജ്ഹ്, അള്ളാഹിൻ്റെ അസ്തിത്വം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇതെല്ലാം നശിച്ചിട്ട് ബാക്കിയാവുകയുള്ളൂ എന്ന് പറഞ്ഞു വെച്ചിട്ട് പറയാണ് യസ്അലുഹു, ഈ ലോകത്തുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാം എന്ത് ചെയ്തിരിക്കുന്നു? അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നു. കുല്ലു യൗമിൻ ഹുവ ഫീ ഷഅൻ. അവൻ എന്തുണ്ട്? എല്ലാ ദിവസവും അവൻ ഓരോ കാര്യത്തിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഷഅൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നർത്ഥമുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റൻഷൻ എന്നർത്ഥമുണ്ട്, ഉദ്ദേശിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. പക്ഷെ ഷഅൻ എന്ന് പറഞ്ഞാൽ ഇത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടിപ്പുകളും അള്ളാഹുവിനോട് നിരന്തരം എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ ആവശ്യത്തിന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ നിമിഷവും ഓരോ കാര്യം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ്. വളരെ ആഴത്തിൽ ഉള്ള ആയത്താണ്. ഇതും കഴിഞ്ഞ ആയത്തും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് അവൻ്റെ മുഖം മാത്രമേ അവശേഷിക്കുകയുള്ളൂ എന്ന് പറഞ്ഞെടുത്ത് ഇവിടെ പറയുന്നത് എന്താണ്? അവനോടെല്ലാവരും ചോദിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അവൻ്റെ അസ്തിത്വം മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നാണ് പഠിച്ചത്. ഇവിടെ പഠിപ്പിക്കുന്നത് ഇപ്പം ലോകത്ത് നടക്കുന്ന എല്ലാത്തിൻ്റെയും അൾട്ടിമേറ്റ് കോസ് അള്ളാഹു ആണ് എന്നാണ്. ഇവരെ രണ്ടും ക്ലിയർ ആണല്ലോ. എന്ന് വെച്ചാൽ അസ്തിത്വം എന്ന് പറയുന്നത്, ഐഡന്റിറ്റി, സത്ത എന്ന് പറയുന്നത് അള്ളാഹിൻ്റെ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നശിച്ചു പോകും. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഈ ക്ലാസ്സിൽ ഇന്നത്തെ ആയത്തിൽ പറയുന്നത് ഇവിടെ നടക്കുന്ന എല്ലാത്തിൻ്റെയും അൾട്ടിമേറ്റ് കോസ്, കാരണം എന്ന് പറയുന്നത് അള്ളാഹു ആണ്. മഴ പെയ്യുന്നത് എന്തിൻ്റെയും കാരണം അൾട്ടിമേറ്റ് ആയിട്ട് അള്ളാഹു ആണ് എന്നാണ് പഠിപ്പിക്കുന്നത്. നമുക്ക് ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കാം. 30-ാമത്തെ ആയത്തിൽ അള്ളാഹു ചോദിക്കുകയാണ്, ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. ഇങ്ങനെയാണെന്നിരിക്കെ അള്ളാഹുവിൻ്റെ ഏത് അനുഗ്രഹത്തെയാണ്, ഏത് സൃഷ്ടിപ്പിനെയാണ്, ഏത് റഹ്മത്തിനെയാണ് നിങ്ങൾക്ക് കളവാക്കാൻ കഴിയുക? എന്നിട്ട് അതിനെ ഒന്നും കൂടി അള്ളാഹു വിശദീകരിക്കാൻ മറ്റൊരു വിഷയത്തിൽ പറയാണ്, സനഫ്റുഉ ലക്കും അയ്യുഹ സഖലാൻ. ഫറഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എല്ലാം വിട്ടിട്ട് ഒരു സാധനത്തിൽ ഫോക്കസ് ചെയ്യുന്നതിനെയാണ് ഫറഹ് എന്ന് പറയുക. എല്ലാ അറ്റൻഷനും ഒന്നിലേക്ക് കൊടുക്കുന്നതിനെയാണ് ഫറഹ് എന്ന് പറയുക. പൂർണ്ണ ശ്രദ്ധയോടെ ഒരു കാര്യം ചെയ്യുന്നതിനെയാണ് ഫറഹ് എന്ന് പറയുക. അപ്പൊ സനഫ്റുഉ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അള്ളാഹു പിന്നെ ഒഴിഞ്ഞു വരും. അള്ളാഹു ഒഴിഞ്ഞു വരും. എന്തിന്? ലക്കും നിങ്ങൾക്ക് വേണ്ടി അയ്യുഹ സഖലാൻ. സഖലാൻ സിഖാൽ എന്ന് പറഞ്ഞാൽ ഭാരമാണ്, വെയിറ്റ്. സഖലാൻ എന്ന് പറഞ്ഞാൽ ഭാരിച്ച രണ്ട് സമൂഹമേ, എന്ന് വെച്ചാൽ ജിന്നുകളും പിന്നെ മനുഷ്യരും. നിങ്ങൾ രണ്ടുപേർക്കും വേണ്ടി അള്ളാഹു എന്ത് ചെയ്തു? ഞാൻ എന്ത് ചെയ്യും? ഒഴിഞ്ഞു വരും എന്നാണ് പറയുന്നത്. ഈ ഒഴിഞ്ഞു വരും എന്ന് പറയുന്നത് ഏതിനായിട്ടാണ് കണക്ട് ചെയ്യുന്നത്? കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് എന്താണ്? അള്ളാഹ് എല്ലാ നിമിഷവും ഓരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യത്തിലും അള്ളാഹു എൻഗേജ്ഡ് ആണ്. പക്ഷേ ഈ പ്രപഞ്ചം കഴിഞ്ഞ് കഴിയുമ്പം അള്ളാഹു എന്ത് ചെയ്യും? വളരെ സ്പെഷ്യൽ ഫോക്കസോടുകൂടി നമ്മുടെ വിചാരണക്കായിട്ട് ഒഴിഞ്ഞു വരും എന്നുള്ളത് മനസ്സിൽ ആഴത്തിൽ തട്ടേണ്ടുന്ന പിന്നെ ഒരായത്താണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ അതിലേക്ക് വരാം. ഈ എന്താണ് ഭാരിച്ച സമൂഹം എന്ന് പറഞ്ഞാൽ? ജിന്നുകളെയും മനുഷ്യനെയും അള്ളാഹു എന്തിനാണ് ഇവിടെ ഭാരമുള്ള ഭാരിച്ച സമൂഹം എന്ന് പറഞ്ഞു വെച്ചാൽ, ഇവിടുത്തെ ഭാരം ഉത്തരവാദിത്വത്തിൻ്റെ ഭാരമാണ്. എന്ന് വെച്ചാൽ പിന്നെ ശാരീരിക ഭാരത്തിനെ കുറിച്ചല്ല പറയുന്നത്. മനുഷ്യനും ജിന്നിൻ്റെയും പ്രത്യേകത, അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ അവനാണ് എല്ലാ നിയന്ത്രണമായിരിക്കെ തന്നെ സ്വാതന്ത്ര്യം കൊടുത്തവരാണ്. എന്ന് വെച്ചാൽ ഫ്രീഡം കൊടുത്തവരാണ്, ചോയ്സ് കൊടുത്തവരാണ്. ആ ചോയ്സ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് അവർക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തിന്റെ ഭാരം വഹിച്ചിട്ടാണ് എന്ത് ചെയ്യുക? നമ്മൾ പരലോകത്തെത്തുക. ഇത് ഖുർആനിൽ പല സ്ഥലത്തും പറയുന്നുണ്ട്. സൂറ അൻകബൂത്തിൽ 13-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് വല യഹ്മിലുന്ന അസ്കാലഹും വ അസ്കാലം മാ അസ്കാലിഹിം എന്ന് പറഞ്ഞാൽ തങ്ങളുടെ പാപഭാരങ്ങൾ തങ്ങളുടെ ഭാരങ്ങളും സ്വന്തം ഭാരങ്ങളോടൊപ്പം വേറെയും ഭാരങ്ങൾ അവർ വഹിക്കേണ്ടി വരും. ആരെ കുറിച്ചാണ് പറയുന്നത്? മഹ്ശറിൽ നമ്മൾ പോകും. അപ്പൊ ഇവിടെ ഭാരിച്ച സമൂഹം എന്ന് പറയുന്നത് നമ്മളെ ഉത്തരവാദിത്ത ഭാരമാണ്. ഇതും കഴിഞ്ഞ ആയത്തുകളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് അള്ളാഹു മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അവശേഷിക്കുള്ളൂ. വയബ്ക വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അവസാനം. പക്ഷെ അള്ളാഹു അവശേഷിക്കുമ്പം അള്ളാഹു അവശേഷിപ്പിക്കുന്ന ഒന്നും കൂടിയുണ്ട്. അതെന്താണ്? അമലുകളോടെ ഉള്ള നമ്മളാണ്. എന്ന് വെച്ചാൽ പ്രവർത്തന ഭാരവും എല്ലാം കൊണ്ട് അള്ളാഹ് അവശേഷിക്കുമ്പം വിചാരണക്കായിട്ട് അള്ളാഹിൻ്റെ അടുത്ത് അവശേഷിക്കുന്ന ഒരു വിഭാഗമുണ്ട്. നമ്മളാണ്. നമ്മൾ അവശേഷിക്കുന്നു എന്നുള്ളതല്ല വിഷയം. നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്, അതാണ് സകല നമ്മുടെ ആകെക്കൂടെ ഉള്ളൊരു ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ആ അമലുകളുടെ ഭാരം കൊണ്ട് നമ്മൾ ക്ലിയർ ആണല്ലോ അല്ലെ, നമ്മൾ എത്തുന്നതാണ്. 32-ാമത്തെ ആയത്തിൽ ഫബിഅയ്യി ആലായി റബ്ബിക്കുമാ തുകദ്ദിബാൻ, അള്ളാഹിന്റെ അതേ ചോദ്യം റിപ്പീറ്റ് ചെയ്യാണ്. 33-ാമത്തെ ആയത്തിൽ അള്ളാഹു ഒരു വെല്ലുവിളി ഉയർത്തുകയാണ്. ഇതേ കണക്റ്റഡ് വിഷയമാണ്. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്. മഅ്ശറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കുന്ന കൂട്ടത്തെ പറയുന്നതാണ് മഅ്ശറ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ ജിന്നുകളുടെയും ഇൻസുകളുടെയും കൂട്ടമേ അല്ലെങ്കിൽ സമൂഹമേ, ഇനിസ്തഅ്തും എന്ന് പറഞ്ഞാൽ എബിലിറ്റി, ഒരു കാര്യം ചെയ്യാനുള്ള കഴിവാണ് ഇസ്തിതാ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അൻ തംഫുദു, നഫദ് എന്ന് പറഞ്ഞാൽ പിയേഴ്സ് ചെയ്യലാണ്. എന്ന് വെച്ചാൽ തുളച്ചു കയറുന്നതിനെയാണ് നഫദ് എന്ന് പറയുക. അൻ തംഫുദു, നിങ്ങൾ എന്ത് ചെയ്യുക? മറികടക്കാൻ ശ്രമിക്കുക, എന്താണ്? മുറിച്ച് കടക്കാൻ ശ്രമിക്കുക. എന്ത്? മിൻ അഖ്താരി സമാവാതി വൽ അർള്. അഖ്താർ, ഖുത്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് സറൗണ്ടിങ്ങിന് പറയുന്നതാണ്. ഒരു ഏരിയന്റെ സറൗണ്ടിങ് ആയിട്ടുള്ളതിന് പറയാണ് ഖുത്ർ. അത് അഖ്താർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ ആ സറൗണ്ടിങ് എന്ത് ചെയ്യുക? അതിന്റെ ആ അതിരുകൾ നിങ്ങൾ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക? ഭേദിച്ച് കടക്കാൻ ശ്രമിച്ചുകൊള്ളുക. ഫൻഫുദു ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ഒരിക്കലും പിന്നെ കൃത്യമായിട്ടുള്ളൊരു അധികാരം, ശക്തി ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അതിനെ മറികടക്കാൻ കഴിയുകയില്ല എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ എന്നിട്ട് അള്ളാഹു വീണ്ടും ചോദിക്കുന്നത് ഫബിഅയ്യി ആലായി റബ്ബിക്കുമ തുകദ്ദിബാൻ, നിങ്ങൾ ഏത് അനുഗ്രഹത്തെയാണ് നമുക്ക് നിഷേധിക്കാൻ കഴിയും? 35-ാമത്തെ ആയത്തിൽ യുർസിലു അലൈക്കുമ, അങ്ങനെ നിങ്ങൾ മറികടക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നേരെ അയക്കപ്പെടും. ഷുവാലുൻ എന്ന് പറഞ്ഞാൽ തീജ്വാല, മിൻ നാരിൻ വ നുഹാസുൻ, പുകയും, ഫലാ തൻതസിറാൻ, നിങ്ങൾക്ക് രക്ഷാമാർഗം അപ്പം സ്വീകരിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. ഈ പിന്നെ പ്രപഞ്ചത്തിന്റെ അതിരുകൾ കടക്കാൻ ശ്രമിക്കുമ്പം തീജ്വാലകൾ വരും എന്നുള്ളത് ഖുർആനിൽ 1-2 സ്ഥലങ്ങളുണ്ട്. അധികവും അത് ജിന്നുകളുമായി ബന്ധപ്പെട്ടാണുള്ളത്. ഇത് ഒന്നിക്കലും ഒരു ആലങ്കാരിക പ്രയോഗമാകാം. എന്ന് വെച്ചാൽ അള്ളാഹിന്റെ അതിരുകൾ
ഭേദിക്കാൻ ശ്രമിച്ചാൽ അവരെ ഒരിക്കലും സാധിക്കില്ല എന്ന് പറയുന്നതാകാം. അല്ലെങ്കിൽ ശരിക്കും ഇത് അങ്ങനെ പറയാനുള്ളൊരു കാരണം മറ്റൊരു സ്ഥലത്ത് പറയുന്നത് ജിന്നുകൾക്ക് അള്ളാഹിന്റെ സന്ദേശങ്ങൾ കേൾക്കാൻ കഴിയും എന്നൊരു വിശ്വാസം അവിടെ ഉണ്ടായിരുന്നു ഖുറൈശികൾക്കിടയിൽ. അപ്പൊ അതിനെയൊക്കെ മറുപടി കൊടുക്കുന്നതാണിത്. ഇൻഷാ അല്ലാഹ് നമ്മൾ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ആയത്ത് പറയുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എല്ലാം നശിക്കും, അള്ളാഹിന്റെ അസ്തിത്വം മാത്രം എന്ന യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ ആയത്ത് പറയുന്നത് എല്ലാം നശിക്കുന്നതിന് മുന്നേ ഈ പ്രപഞ്ചം നിലനിൽക്കുമ്പോൾ തന്നെ പൂർണ്ണമായ നിയന്ത്രണം അള്ളാഹിൻ്റെതാണ്. എന്ന് വെച്ചാൽ അള്ളാഹിന്റെ നിയന്ത്രണത്തിലാണ് ഇത് എന്ന് മാത്രമല്ല നമ്മുടെ പരിമിതിയും കൂടിയാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ് ഈ ആയത്തിൽ പറയുന്നത്? ഒന്നാമത് അള്ളാഹു പറയുന്നത് അള്ളാഹു ഓരോ നിമിഷവും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു, അതുകൊണ്ടാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്നിട്ട് പറയുന്നത് അവസാനം അള്ളാഹു എന്ത് ചെയ്യും? വിചാരണക്കായിട്ട് പ്രത്യേക ശ്രദ്ധയുമായിട്ട് നമ്മളെ നേരെ തിരിക്കും. മൂന്നാമത് അള്ളാഹു പറയുന്നത് അള്ളാഹിന്റെ പരിധികൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, മറികടക്കാൻ കഴിയില്ല. പരിധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനെ കുറിച്ച് മാത്രമല്ല, അള്ളാഹിന്റെ നിയന്ത്രണത്തിലാണ് ഓരോന്നും എന്നിരിക്കെ ആ നിയന്ത്രണത്തെ ഒരു വിഷയത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, മറികടക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. ഇതില് ആദ്യത്തെ ആയത്ത് നമ്മൾ എടുത്താല് അള്ളാഹു ഇവിടെ പറയുന്നത് യസ് അലുഹു എന്നാണ്. യസ് അലുഹു മൻഫിസ് സമാവാത്തി വല്ലർദ്, എന്നോട് എന്ത് ചെയ്തിരിക്കുന്നു, എല്ലാ നിമിഷവും ചോദിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ചോദിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പ്രാർത്ഥനകളെ കുറിച്ച് മാത്രമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹിനോട് എന്തെങ്കിലും ചോദിക്കുന്നു, അള്ളാഹ് നമുക്ക് കുറെ കാര്യങ്ങൾ തരുന്നു, അതിനെക്കുറിച്ച് ഡയറക്റ്റ് പ്രാർത്ഥനയെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളെ ശരീരം ജീവിക്കാൻ വേണ്ടി അള്ളാഹിനോട് നിരന്തരം തേടിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ ഹൃദയം മിടിക്കാൻ വേണ്ടി അള്ളാഹിനോട് തേടിക്കൊണ്ടിരിക്കുന്നു. ഇത് ഞാൻ ആയത്തുകൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. രണ്ടാമത്, ഈ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി നമ്മുടെ ആത്മാവ് അള്ളാഹിനോട് ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറെ കാര്യങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്നെ വിജയിപ്പിക്കണം എന്നുള്ളത്. നമ്മൾ നേരിട്ട് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല യസ് അലുഹു എന്നുള്ളത്. അതിന്റെ ഉദാഹരണം, ഒന്നാമത്തെ ഉദാഹരണം സൂറ ഇബ്രാഹിമില് അള്ളാഹു ആദ്യം പറയുന്നത് കടലിനെയും നദികളെ കുറിച്ച് പറയുന്നു. അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള് വ അൻസല മിനസ് സമാഇ മാഅൻ എന്ന് പറഞ്ഞാല് അള്ളാഹു എന്ത് ചെയ്യുന്നു, സൃഷ്ടിച്ചിട്ട് മഴ പെയ്യിക്കുന്നു, മഴ പെയ്യുന്നതിനെ കുറിച്ച് പറയുന്നു. എന്നിട്ട് മഴ പെയ്തിട്ട് ഭൂമിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, കുറെ ചെടികൾ ഉണ്ടാവുന്നു. ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാകുന്നത്. വസഖറ ലക്കുമുൽ ഫുൽക്ക്, എന്താണ്, നമുക്ക് കപ്പലിനെ അള്ളാഹു എന്ത് ചെയ്തു, അധീനപ്പെടുത്തി തന്നു. ഇത് പറഞ്ഞതിന് ശേഷം അള്ളാഹ് പറയുന്നത് എന്നാണ്, ഞാൻ നിങ്ങൾ ചോദിച്ചതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്, ആ മഴ നമ്മൾ ചോദിച്ചതാണോ? ആ മഴ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ജീവിക്കാൻ വേണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്. ആ കപ്പൽ എങ്ങനെ നിൽക്കണമെന്ന് നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗം മാത്രമല്ല, മനുഷ്യന് ജീവിക്കാൻ വേണ്ടി നമ്മളെ ശരീരം എന്ത് ചെയ്യുന്നുണ്ട്, ജീവിക്കാൻ വേണ്ടി അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്. അതാണ് എന്ത് ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്ക് അള്ളാഹിന്റെ അനുഗ്രഹം എണ്ണാൻ നിങ്ങൾ തുടങ്ങിയാൽ ആ എണ്ണി കണക്കാക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്താണ്, ഇതെല്ലാം അനുഗ്രഹമാണ്. എൻ്റെ കണ്ണിങ്ങനെ ഇമ വെട്ടണം എന്നുള്ളത് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നില്ല, പക്ഷെ കണ്ണ് ഇമ വെട്ടാലേ എനിക്ക് ജീവിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹിന്റെ ഒരു നീഡ് അള്ളാഹിന്റെ മുന്നിൽ വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു അനുഗ്രഹമാണ്. അങ്ങനെ എണ്ണാൻ തുടങ്ങിയാൽ നമ്മൾ എന്തിനേക്ക് എണ്ണുക, നമ്മുടെ ഹൃദയം ഇടിച്ചുകൊണ്ടേയിരിക്കണം എന്ന് നമുക്ക് അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. പഠിച്ചോനെ വെള്ളിയാഴ്ച എൻ്റെ ഹൃദയം ഇടിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. പക്ഷെ ഹൃദയം ഇടിച്ചാലേ ഞാൻ ജീവിക്കുകയുള്ളൂ എന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ട് അള്ളാഹിനോട് നമ്മൾ ചോദിക്കുന്നില്ല. അത് അള്ളാഹിന്റെ അനുഗ്രഹമായിട്ട് നമ്മൾ എണ്ണണം എന്നുള്ളതാണ്. സൂറ ഫുസ്സിലത്തില് 10-ാമത്തെ ആയത്തില് അള്ളാഹു ഇതേപോലെ തന്നെ പർവ്വതങ്ങളിലുള്ള നമ്മുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, പർവ്വതങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. എന്നിട്ട് അതിന്റെ അവസാനം അള്ളാഹു പറയുന്നത് എന്നാണ്, ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി ശരിയായ അനുപാതത്തിൽ ഈക്വൽ ആയിട്ട് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, ആ പർവ്വതത്തിലെ ഓരോ റിസ്ക്കും ഞാൻ ഒരുക്കിയിരുന്നു. ക്ലിയർ ആണല്ലോ അല്ലെ വിഷയം? അപ്പം യസ് അലുഹു എന്ന് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കരുത് എന്ത്, നമ്മൾ ഡയറക്റ്റായി പ്രാർത്ഥിക്കുന്നത് അള്ളാഹ് എപ്പോഴും ചെയ്തു തരുന്നതിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ടതൊക്കെ ശരീരം ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹിനോട് ചോദിക്കുന്നത്. ഇതാണ് ശാരീരികമായ തേട്ടം. ഇനി ആത്മാവിന്റെ തേട്ടത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാം ഫിറൗനോട് പോകാൻ പറയുന്നുണ്ട്, മൂസാ നബി അലൈഹി ഇസ്ലാമിനോട്. അപ്പം ഫിറൗനിന്റെ അടുത്ത് പോകാൻ പറയുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം പറയുന്നുണ്ട്, ഞാൻ ഒറ്റക്കായി കഴിഞ്ഞാൽ പ്രശ്നമാണ്, കാരണം എനിക്ക് കുറെ കഴിവുകളുണ്ട്, എനിക്ക് എന്ത് വേണം,
ഹാറൂനെയും കൂടെ എൻ്റെ കൂടെ അയക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രാർത്ഥിക്കുന്നുണ്ട്, ഡയറക്റ്റ് പ്രാർത്ഥന. ആ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം കൊടുത്തുകൊണ്ട് അള്ളാഹ് ഇങ്ങനെയാണ് പറയുന്നത്, കാല കത് ഊതീത സുഅലക യാ മൂസ, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നീ ചോദിച്ചതൊക്കെ നിനക്ക് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഹാറൂൻ നബിനെ എന്ത് ചെയ്തിട്ടുണ്ട്, നിനക്ക് ഓക്കെയാണ്, നിന്റെ പ്രാർത്ഥന ഓക്കെയാണ്, ഡയറക്റ്റ് ഓക്കെയാണ്, നിനക്ക് ഞാൻ തന്നിട്ടുണ്ട്. എന്നിട്ടുള്ള അടുത്ത പ്രയോഗം എന്താണ്, വലക്കത് മനന്ന അലൈക മറത്തൻ ഉഹ്റ എന്നാണ്. ഞാൻ ഇതേപോലെ നിന്നെ വേറൊരു സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു പറയാണ്, പിന്നെ വിശദീകരിക്കുന്നത് എന്താണ്, നിന്റെ ഉമ്മ നിന്നെ തൊട്ടിലിൽ ആ നദിയിൽ ഒഴുക്കിയപ്പോൾ, നീ ഫിർഔന്റെ കൊട്ടാരത്തിൽ എത്തിയപ്പോൾ, നീ ഒരാളെ കൊന്നിട്ട് ഫിർഔന്റെ അടുത്ത് വന്നപ്പോൾ, ഇതൊക്കെ അള്ളാഹു വിശദീകരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ ജീവിതത്തിൽ വിജയിക്കണം എന്ന നമ്മുടെ ആത്മാവിന്റെ തേട്ടം ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹിനോട് തേടുന്നുണ്ട്. പടച്ചോൻ എന്ത് ചെയ്യുന്നുണ്ട്, അതും അള്ളാഹിന്റെ അനുഗ്രഹത്തിൽ പെട്ടതാണ് എന്ന് കാണാൻ കഴിയും. ക്ലിയർ ആണോ? അത് വിഷയം ക്ലിയർ ആണോ? ഇനി ആയത്തിലേക്ക് തിരിച്ചു വന്നാല് യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ സൃഷ്ടിപ്പുകളും ചെടികളും എല്ലാം അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ക്ലിയർ ആണ് ആ വിഷയം. കുല്ല യൗമിൻ ഹുവ ഫീ ഷഅൻ, എല്ലാ നിമിഷവും വ്യത്യസ്തമായ പലതും അള്ളാഹു എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആശയം ഞാൻ പറയുന്നത്, നമ്മൾ എങ്ങനെയൊക്കെ തലകുത്തി മറിഞ്ഞാലും ഈ ആശയം നമുക്ക് ഊഹിക്കാനും ഉൾക്കൊള്ളാനും കഴിയാത്ത ആശയമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ പ്രപഞ്ചത്തിൽ ഒരു സെക്കൻഡിൽ, മൈന്യൂട്ട് സെക്കൻഡിൽ നടക്കുന്ന അനക്കങ്ങൾ എന്തൊക്കെയാണ്. ഒരു സ്ഥലത്ത് ഇല കൊഴിയുന്നു, ഒരു സ്ഥലത്ത് ഒരു കുട്ടി ജനിക്കുന്നു, ഒരു സ്ഥലത്ത് ഒരാൾ മരിക്കുന്നു, ഒരു സ്ഥലത്ത് ഒരാളെ കൊല്ലുന്നു, ഒരു സ്ഥലത്ത് ഒരാളോട് ദേഷ്യം പിടിക്കുന്നു. ഈ എല്ലാം ഒരേ മൈന്യൂട്ട് സെക്കൻഡില് പ്രപഞ്ചത്തിന്റെ പല സ്ഥലത്തുമുള്ള ഗോളങ്ങൾ ചലിക്കുന്നു. ഇതിനെല്ലാം ഒരേ സമയത്ത് ഒരു ശക്തി എങ്ങനെയാണ് നിയന്ത്രിക്കുക, എങ്ങനെയാ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് നമുക്ക് നമ്മുടെ ഊഹിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറമാണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഹ്യൂമൻ ബ്രെയിനിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചാൽ, നമ്മുടെ ബ്രെയിനിനെ കുറിച്ച് ആലോചിച്ചാൽ മാക്സിമം നമുക്ക് ഒരു സമയത്ത് ചെയ്യാനും ആലോചിക്കാൻ കഴിയുന്നത് 2 ടാസ്കുകളാണ്. 2 മാക്സിമം 3 ടാസ്കോ. 3-ൽ കൂടുതൽ 4ാമത് ടാസ്കിൽ പോകുമ്പോൾ ആ ടാസ്ക് എന്ത് ചെയ്യും, അലങ്കോലമായിട്ടിരിക്കും. നമ്മളെ പല പ്രശ്നങ്ങളും അതാണ്. ഒരേ സമയത്ത് നമുക്ക് കഴിയില്ല. അത് ഹ്യൂമൻ ബ്രെയിനിന്റെ കപ്പാസിറ്റി ഒരു സമയത്ത് ശ്രദ്ധയോടുകൂടി 1-ഓ 2-ഓ മാക്സിമം ചെയ്യാനാണ് കഴിയുക. നമ്മളിവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ഇത് ആക്ച്വലി ഈ ആയത്തെ നമ്മൾ വെറുതെ അയച്ചിട്ട് ഓക്കെ പഠിച്ചോനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു പറയുന്നതല്ലാതെ അതിലപ്പുറം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇതിൽ ചെയ്യാൻ കഴിയില്ല. ഇത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആയത്തുൽ കുർസി ഉണ്ടായത്. ഈ ഒരു ആശയം പഠിപ്പിക്കുന്നതാണ് ആയത്തുൽ കുർസി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം. അവൻ ആരാണ്? അവനെല്ലാം നിയന്ത്രിക്കുന്നവനാണ്, ഖയ്യൂമാണ്. ലാ തഖുദുഹു സിനത്തും വലാ നൗം. അവൻ എന്ത് ചെയ്യുന്നില്ല, മയക്കമോ ഉറക്കമോ ബാധിക്കുന്നില്ല. ഫുൾ ടൈം 24/7 നമ്മളെ ടൈമാണ്. അതിലപ്പുറമുള്ളൊരു സമയം ഉണ്ടെങ്കിൽ അള്ളാഹ് ഇതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഹു മാഫിസ് സമാവാതി വ മാഫിൽ അർദ്. അവൻ്റെതാണ് എല്ലാം. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി യഅലമു മാ ബൈന ഐദീഹിം വ മാ ഖൽഫഹും. അതെങ്ങനെ കഴിയാം? അവരുടെ മുമ്പിലുള്ളതും അവർക്ക് പിന്നിലുള്ളതും അവൻ അറിയുന്നു. അവരെന്ന് പറഞ്ഞാൽ ആരാണ്? ഈ പ്രപഞ്ചത്തിലെ എല്ലാ മനുഷ്യരും ജിന്നുകളും ഒരേ സമയം അവർക്ക് മുന്നിലുള്ളതും പിന്നിലുള്ളതും അള്ളാഹു അറിയുന്നു. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ഷാ. എന്നിട്ട് അവസാനം പറയുന്നു വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അലീം. അവൻ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു സംരക്ഷണം ഒട്ടും ഭാരമുള്ളതല്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഇതൊക്കെ നിയന്ത്രിക്കുന്നത് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം എന്തല്ല, ഭാരമുള്ളതല്ല. എന്നിട്ട് അതിന്റെ അടുത്ത ആയത്തിൽ വളരെ സുന്ദരമാണ് ഖുർആന്റെ ഓരോ കണക്ഷൻ പോയിന്റും. അടുത്ത ആയത്ത് എന്താണ് ഓർമ്മയുണ്ടോ, അറിയോ? ലാ ഇക്റാഹ ഫിദ്ദീൻ എന്നാണ്. ലാ ഇക്റാ, ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ ലാ ഇക്റാഹ ഫിദ്ദീൻ ആലോചിച്ച് നോക്കുക. ഓരോ മൈന്യൂട്ട് സെക്കൻഡും അനക്കവും നിയന്ത്രിക്കുന്ന പടച്ചവൻ നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു, ചോയ്സ് തന്നിരിക്കുന്നു. ആരെ നിഷേധിക്കാൻ? ആ പടച്ചവനെ നിഷേധിക്കാനുള്ള ചോയ്സ് തന്നിരിക്കുന്നു. ഇതിലും വലിയൊരു ജനാധിപത്യത്തെക്കുറിച്ചോ ഇതിലും വലിയൊരു ആശയത്തെക്കുറിച്ചോ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. നമ്മൾ സംസാരിക്കണോ, നാക്കനക്കണോ, എങ്ങോട്ട് നോക്കണോ എന്ന് പോലും നിയന്ത്രിക്കുന്ന പടച്ചവൻ ലാ ഇക്റാഹ ഫിദ്ദീൻ, എന്നെ നീ നിഷേധിച്ചോളൂ എന്ന് പറയുന്നതാണ് എന്ത്, ഇസ്ലാമിന്റെ വിശ്വാസ സ്വാതന്ത്ര്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാകണം എന്നുള്ളതാണ്. എന്നിട്ട് അള്ളാഹു ലാസ്റ്റ് പറയുന്നത് ഫമൻ യക്ഫുർ ബിത്താഗൂതി വയുമിൻ ബില്ലാഹി ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ക എന്നാണ്. ലം ഫിസാമ ലഹ.
അള്ളാന്റെ കൈ എങ്ങാൻ ഒരാൾ പിടിച്ചാൽ അതിലും ബലമുള്ള ഒരു കൈ വേറെ പിടിക്കാനില്ല. കാരണം എന്താണ്? ഫുൾ പവറുള്ള, ഫുൾ നിയന്ത്രണമുള്ള ഒരു ശക്തിയാണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കണ്ണിമ വെട്ടുന്ന നേരത്തേക്കെങ്കിലും അള്ളാന്റെ നിയന്ത്രണമോ റഹ്മത്തോ ഈ പ്രപഞ്ചത്തിൽ നിന്നും ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചവും ഈ ഭൂമിയും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പച്ച മലയാളത്തിൽ കുറച്ചും കൂടി പറയാൻ കഴിയുന്ന കാര്യം. നിങ്ങൾ അള്ളാഹ് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചു. ഇതന്നെ ഒരു ക്ലാസ് ആയിട്ട് വേറെ പറയും. ജസ്റ്റ് ഒരു 1-2 കാര്യങ്ങൾ നമ്മൾ അങ്ങനെ വിട്ടു പോരുതല്ലോ, ഇത് നമ്മൾ ആശയത്തിൽ ഇറങ്ങണമല്ലോ. ഒരു ദിവസം ലോകത്ത് 385,000 ജന്മങ്ങളാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ 385,000 പ്രസവങ്ങൾ ലോകത്ത് ഒരു ദിവസം നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അത്രയും പ്രസവങ്ങൾ എന്ന് പറയുന്നത് സൃഷ്ടാവിൻ്റെ നിയന്ത്രണം. അത്രയും പ്രസവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത്രയും വയറുകളിലുള്ള സെൽസിന്റെ ഗ്രോത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നിയന്ത്രിക്കണം. ഒന്ന്, എവിടെ ആ കുട്ടി ജനിക്കണം എന്ന പ്ലാന് ഉണ്ടാവണം. ഏത് ഘടനയിൽ, ഏത് ആകൃതിയിൽ, കറുത്തവനാണോ വെളുത്തവനാണോ, ആഫ്രിക്കയിലാണോ ഏഷ്യയിലാണോ, എവിടെ ജനിക്കണം, ഏത് ഷെയ്പ്പിൽ ജനിക്കണം എന്നാണ് അള്ളാഹു പറയുന്നുണ്ടല്ലോ. എന്താണ് അള്ളാഹു ആണ് എന്ത് ചെയ്യുന്നത്? ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ. ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ. ഓരോ ഗർഭപാത്രത്തിലെയും ശിശുവിന് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഒരു ഘടന കൊടുക്കുന്നത് ആരാണ്? അള്ളാഹു ആണ്. അപ്പൊ ഓരോ ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എത്ര ഗർഭപാത്രത്തിലെ ശിശുവിന് ഇത് കൊടുക്കേണ്ടി വരും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇനി നിങ്ങൾ ഓരോ 7 വർഷവും ഓരോ മനുഷ്യ ശരീരത്തിലെയും എല്ലാ സെൽസും റീജനറേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മുടെ മൊത്തം കോശങ്ങൾ 7 വർഷം കഴിയുമ്പോൾ പുതിയ കോശങ്ങളായിട്ട് മാറും. ഇതാരാണ് നിയന്ത്രിക്കുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരു ദിവസം ലോകത്ത് 150,000 ആൾക്കാർ മരിക്കുന്നുണ്ട്. അപ്രോക്സിമേറ്റ്ലി 150,000 മരിക്കുന്നുണ്ട്. അപ്പം ഇത്രയും ആൾക്കാരുടെ മരണം അള്ളാഹു എന്ത് ചെയ്യണം? നിയന്ത്രിക്കണം. ഇത് മനുഷ്യനാണെങ്കിൽ പ്രകൃതിയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കാം. അള്ളാഹു ഇത് എല്ലാത്തിനെയും സമ്മറൈസ് ചെയ്തിട്ട് ഒരു ആയത്തിൽ പറയുന്നുണ്ട്. സൂറ അൻആമില് 59-ാമത്തെ ആയത്തിൽ, വമാ തസ്കുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ. ഇതിലും സൂക്ഷ്മമായിട്ട് ഇതിനെ പറയാൻ കഴിയില്ല. അവൻ അറിയാതെ ഒരു ഇല പോലും കൊഴിയുന്നില്ല എന്നുള്ളതാണ്. ഇത് മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തിസീസ് എഴുതാം. അവൻ അറിയാതെ ഒരു ഇല പോലും കൊഴിയുന്നില്ല എന്ന് വെച്ചാൽ ലോകത്തിൽ മരങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കാം. ആ മരങ്ങളിലെ ഇലകളായ ഇലകളൊക്കെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കാം. ആ ഇലകളിൽ ഒരു ഇല പൊഴിയുന്നത് അള്ളാഹ് അറിയാതെ നടക്കുകയില്ല എന്നാണ് അവിടെ പറയുന്നത്. സൂറ നൂറില് 43-ാമത്തെ ആയത്തിൽ ഇതൊക്കെ നമ്മൾ അറിയുന്നതായിരിക്കും. പക്ഷെ ഇങ്ങനെ കണക്ട് ചെയ്ത് ആലോചിക്കുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് എന്ന് പറയാതെ ഒരു നിമിഷം പോലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അള്ളാഹു എങ്ങനെയാണ് മഴ ഉണ്ടാകുന്നത് എന്നത് ഇവിടെ നിങ്ങൾ വാക്കിന്റെ പ്രയോഗമാണ് ശ്രദ്ധിക്കേണ്ടത്. അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ എന്നാണ്. നിങ്ങൾ കാണുന്നില്ലേ അള്ളാഹു കാർമേഘത്തെ തെളിച്ചു കൊണ്ടുവരുന്നു. കാർമേഘം വരുന്നു എന്നല്ല പറയുന്നത്. അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ എന്നാണ്. അള്ളാഹു എന്ത് ചെയ്യുന്നു? ഓരോ കാർമേഘത്തെ തെളിച്ചുകൊണ്ടിരുന്നു. സുമ്മ യുവല്ലിഫു ബൈനഹു, എന്നിട്ട് കാർമേഘത്തെ അവൻ എന്ത് ചെയ്യുന്നു? അതിനെ കൂട്ടിച്ചേർക്കുന്നു. അപ്പൊ നിങ്ങൾ മഴയായ മഴകളും നമ്മളെ ഇതിലൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുക. ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? ഒരു സെക്കൻഡിലും ഒരു നിമിഷത്തിലും അള്ളാഹുവാണ്. ഇനിയും നിങ്ങൾ ഡീപ്പായി പോയി കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും റിസ്ക് കൊടുക്കുന്നത് ആരാണ്? അള്ളാഹു യബ്സുത്തു റിസ്ക ലിമൻ യശാഉ വയഖ്ദിർ എന്നാണ്. റിസ്ക് വെറുതെ കൊടുത്താൽ പോരാ. ഒരു സ്ഥലത്ത് ഇങ്ങനെ സ്വിച്ച് ഓൺ ആക്കിയിട്ട് എല്ലാവർക്കും റിസ്ക് കിടക്കട്ടെ, അങ്ങനെയല്ല. അള്ളാഹ് പരീക്ഷണത്തിൽ ചില ആൾക്കാർക്ക് റിസ്ക് കൊടുക്കുകയും ചില ആൾക്കാരുടെ റിസ്ക് പിടിച്ചു വെക്കുകയും ചെയ്യും. അതൊരു പ്ലാനിന്റെ ഭാഗമായിട്ട് നടക്കുള്ളൂ. ആർക്ക് റിസ്ക് കൊടുക്കണം, ആരുടെ ജോലി പോകണം, ആർക്ക് പൈസ ഇല്ലാണ്ടാകണം, ആർക്ക് പൈസ ഉണ്ടാകണം, ഇത് അള്ളാന്റെ ഷഅനിൽ പെട്ടതാണ്. ഇനി ആൾക്കാരെ സഹായിക്കണം. വല്ലാഹു യുഈദു ബിനസ്രിഹി മയ്യശാ. അവന് ഇഷ്ടമുള്ളവർക്ക്, അവന് ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹ് എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. അപ്പൊ സഹായങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക എന്നുള്ളതാണ്. ഇനി ഇത് മാത്രമല്ല, ഹിദായത്ത് കൊടുക്കണം. ഹിദായത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം അനുസരിച്ച്, നമ്മുടെ പ്രാർത്ഥന അനുസരിച്ചിട്ട് നമ്മൾ നന്നാകുന്നുണ്ടോ ചീത്തയാകുന്നുണ്ടോ നോക്കിയിട്ട് നമ്മൾ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും ഈ പ്രപഞ്ചത്തിലെ എല്ലാ മനുഷ്യർക്കും എപ്പം ഹിദായത്ത് കൊടുക്കണം. യഹ്ദി മൈ യശാ എന്നാണ്. യഹ്ദി മൈ യശാ, അത് നടക്കണം. അതേപോലെ തന്നെ പുറത്തു കൊടുക്കണം. വയതൂബുല്ലാഹു അലാ മൻ യശാ, അവൻ എന്ത് ചെയ്യും? പുറത്തു കൊടുക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എല്ലാ രാത്രിയും അള്ളാഹു പുറത്തു തരാൻ വേണ്ടി നിൽക്കും. ആർക്ക് പുറത്തു തരാൻ?
ആർക്കൊക്കെയാണ് പുറത്തു കൊടുക്കേണ്ടത്, ഇത് ഇത്രയും സൂക്ഷ്മമായിട്ട് അള്ളാഹു ചെയ്യണം എന്നുള്ളതാണ്. ഇനി ഓരോ വ്യക്തിയുടെയും ജീവിതത്തിന്റെ പ്ലാൻ ഓരോ സെക്കൻഡും അള്ളാഹു ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് പഠിക്കാൻ വേണ്ടി സൂറ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പൊട്ടക്കിണറ്റിലും ഒക്കെ കഴിഞ്ഞിട്ട് അവസാന രാജാവ് പിന്നെ മേടിക്കുന്ന സമയത്ത് അള്ളാഹു പറയുന്നത് വകദാലിക മക്കന്നാ ലി യൂസുഫ് എന്നാണ്. ഇപ്രകാരമാണ് ഞാൻ യൂസുഫിനെ ഈ ഭൂമിയിൽ അധികാരം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവനെ സ്ഥാപിക്കുന്നത്. എന്നാൽ എന്താണ്, അത്രയും കാലത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതം പ്ലാൻ ചെയ്യുന്നത് ആരാണ്? അപ്പോൾ ഒരു യൂസുഫ് മാത്രമല്ല, ഓരോ മനുഷ്യന്റെയും ജീവിതം ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത് അള്ളാന്റെ അള്ളാന്റെ ഈ ഷഅനിൽ പെട്ടതാണ് എന്നുള്ളത് കാണാൻ പറ്റും. അവസാനമായിട്ട് ഇതിങ്ങനെ കുറെ പറയാൻ കഴിയും. അള്ളാഹു ഈ ആയത്ത് ഇതിനോട് ചേർത്തിട്ട് നിങ്ങൾ ഈ ആയത്തിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. വഹുവ മഅക്കും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുടെ കൂടെയും അള്ളാഹു ഉണ്ട് എന്ന് പറയുമ്പം നമുക്ക് ആലോചിക്കാനും ഊഹിക്കാനും നമുക്ക് വിഷ്വലൈസ് ചെയ്യാനും കഴിയുന്നതിൻ്റെ അപ്പുറമുള്ളൊരു കൺസെപ്റ്റിനെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത് എന്ന് കാണാൻ പറ്റും. ജലാലുദ്ദീൻ റൂമി ഈ ഒരു അള്ളാഹിൻ്റെ ഈ ഒരു പ്രസൻസിനെയൊക്കെ വെച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് പറയുന്നത്, നിങ്ങളുടെ ശ്വാസവും നിമിഷങ്ങളും ഇതിനകം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നവന് നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ സമർപ്പിക്കുക എന്നുള്ളതിൻ്റെ ലോജിക്ക് എന്താണ്? നമ്മുടെ ശ്വാസവും ഓരോ നിമിഷവും സ്വന്തമാക്കിയവന് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. ഇത് നമ്മൾ ആയത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇതിനെ വെച്ചുകൊണ്ട് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത് ഫബിഐ ആലായി റബ്ബിക്കുമ, വെറുതെ ഫബിഐ ആലായി റബ്ബിക്കുമ തുകദിബാൻ ഓതുന്ന പോലെയല്ല. ഓരോ സെക്കൻഡും നിയന്ത്രണമുള്ള പടച്ചവനെ കുറിച്ച് ആലോചിച്ചിട്ട് ഈ അള്ളാഹിനെ എങ്ങനെ നമ്മൾ നിഷേധിക്കുക, എങ്ങനെയാണ് ഈ സൃഷ്ടാവിനെ നിഷേധിക്കുക എന്ന് നമ്മൾ ആലോചിക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി അടുത്ത ആയത്ത്, പിന്നെ സൃഷ്ടികൾക്ക് അവന്റെ പരിധി മറികടക്കാൻ കഴിയില്ല എന്നുള്ള ആശയമാണ്. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി ഇനിസ്തതഅതും. അപ്പൊ ഈ വെല്ലുവിളി നമുക്ക് കുറെ കൂടെ കൃത്യമാവും. കാരണം എല്ലാ ചെറിയ അനക്കങ്ങളും അള്ളാഹിന്റെ നിയന്ത്രണത്തിലായിരിക്കെ മനുഷ്യന് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ആ പരിധി മറികടക്കാൻ കഴിയില്ല. മനുഷ്യന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുടുസായിട്ടുള്ള ചിന്തയിൽ നിന്ന് ചിലപ്പം നമ്മൾ യുക്തിവാദത്തിലൊക്കെ ആകുമ്പം പടച്ചോനെയൊക്കെ നിഷേധിച്ച് ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തിൽ പിന്നെ ലിവിങ് ടുഗദർ ഒക്കെ ആയിട്ട് ഞാൻ വൻ സംഭവം എന്ന് പറഞ്ഞിട്ട് നെഞ്ച് തിരിച്ചെടുക്കുന്നുണ്ടല്ലോ. അപ്പം ആ നെഞ്ച് വിരിക്കലിന്റെ ഏറ്റവും നിസ്സാരത നമുക്ക് മനസ്സിലാകാൻ ഇത് മനസ്സിലാവണം. ഏത് പടച്ചവനെയാണ് മറികടക്കാൻ നോക്കുന്നത് എന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇത് മനസ്സിലാകാൻ കുറെ ആയത്തുകൾ പറയാൻ കഴിയും. സൂറ വാക്കയിൽ നമ്മൾ പഠിച്ച ആ ഒരു മൊമെന്റ്, അള്ളാഹ് മരണത്തിന്റെ ആ മൊമെന്റ് പറയുന്ന മൊമെന്റ് മാത്രം ആലോചിച്ചാൽ മതി. അള്ളാഹു അവിടെ ചോദിക്കുന്നത്, നിങ്ങൾ ഇത്രയും വലിയ സംഭവങ്ങളാണെങ്കിൽ, നിങ്ങൾ ദൈവ നിഷേധത്തിന്റെ വൻ സംഭവങ്ങളാണെങ്കിൽ, നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമെങ്കിൽ, എല്ലാ സ്വാതന്ത്ര്യത്തിലും നിങ്ങൾക്ക് നടക്കാൻ പറ്റുമെങ്കിൽ, ഫലൗല ഇദാ ബലഗത്തിൽ ഹുൽകൂം, ജീവൻ തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് പിടിച്ചു വെക്കാൻ കഴിയാത്തത്? അൻതും ഹീന ഇതിൻ തൻദുറൂൻ, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ല, ഞാൻ നിങ്ങളെക്കാൾ ആ മരിക്കുന്ന ആളുടെ അടുത്തുണ്ട്. ഫലൗല ഇൻ കുൻതും ഗൈറ മദീനീൻ, നിങ്ങൾ ഈ ഒരൊറ്റ വ്യവസ്ഥയുടെയും ആളല്ല, അതിന്റെ പുറത്താണെങ്കിൽ തർജിഊനഹ ഇൻ കുൻതും സാദിഖൂൻ, ഞാൻ പിടിച്ച റൂഹിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സെക്കൻഡ് തിരിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് എന്താണ്? അള്ളാന്റെ ഈ ഒരു സിസ്റ്റത്തിന്റെ പുറത്ത് കിടക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഖുറാനിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രവാചകന്മാരെ വെച്ചിട്ട് അള്ളാഹ് ഈ കൺസെപ്റ്റ് പഠിപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പ്രവാചകന്മാരോട് ആ ജനത ചോദിച്ചിരുന്നു, നിനക്ക് എന്തുകൊണ്ട് ഒരു അത്ഭുതം, ഒരു ഖജനാവ്, നിധി കൊണ്ടുവന്നിട്ട് നമ്മളെ മുന്നിൽ കാണിച്ചാൽ നമ്മൾ വിശ്വസിക്കാം, ഒരു പുതിയ ആയത്ത് കൊണ്ടുപോവാ എന്ന് പറയുന്നിടത്ത് അള്ളാഹ് പ്രവാചകന്മാരുടെ നിസ്സാരത പറഞ്ഞിട്ട് ഈ കൺസെപ്റ്റ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു സൂറ അൻആമിലെ 35-ാമത്തെ ആയത്തില്, ഇതിന്റെ തൊട്ടു മുന്നേ ഉള്ള ആയത്തിൽ പ്രവാചകൻ ആകെ സ്ട്രെസ്ഡ് ആകുകയാണ്. കാരണം ആ ജനത പറയാണ്, നീ എന്ത് ചെയ്യുക, ഒരു മാജിക്, ഒരു അത്ഭുതം കാണിക്ക്, ഒരു പുതിയ ആയത്ത് കൊണ്ടുപോവാ, ഞാൻ എന്ത് ചെയ്യാം, നിങ്ങളിൽ വിശ്വസിക്കാം. അപ്പൊ പ്രവാചകന്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഒരു ആയത്ത് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നതിൽ നിൽക്കുമ്പം അള്ളാഹ് പ്രവാചകനോട് പറയുന്ന വാക്യങ്ങൾ നോക്കി നോക്കുക. അവർ തിരിഞ്ഞു പോകുന്നത് നിനക്ക് ഇത്ര വലിയ വിഷമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യാം, നിനക്ക് കഴിയുമെങ്കിൽ, ഇന്ന് ഉപയോഗിച്ച അതേ പ്രയോഗമാണ് ഇനിസ്തതാഴത്ത, നിനക്ക് കഴിയുമെങ്കിൽ നീ എന്ത് ചെയ്യാ, ആകാശത്ത് നീ പറ്റുമെങ്കിൽ ഭൂമിയിൽ ഒരു തുരങ്കമോ ആകാശത്തൊരു കോണിയോ തേടിപ്പിടിച്ചിട്ട് അവർക്ക് നീ എന്ത് ചെയ്യാം, ഒരായത്തിനെ കൊണ്ടുവന്നിട്ട്
കൊടുത്തു നോക്ക് എന്ന് പറയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാചകനോടാണ് പറയുന്നത്. എന്തിനാ ഈ കൺസെപ്റ്റ് പറയുന്നത്? അല്ലാത്തൊരു സൃഷ്ടിയും പ്രവാചകനടക്കം സൃഷ്ടികളൊക്കെ സൃഷ്ടാവിൻ്റെ അത്രയും താഴത്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇത് പഠിപ്പിക്കുന്നത് എന്ന് കാണാൻ പറ്റും. നമ്മൾ ഇൻഷാ അല്ലാ മാഷാ അല്ലാ എന്ന് പറയുന്നുണ്ടല്ലോ, ഇൻഷാ അല്ലാ ഇത് മനസ്സിലാക്കുമ്പോഴാണ് ഇത് പറയുന്നത്. നമ്മൾ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നമ്മൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധനത്തിനെ അള്ളാന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെടുത്തി പറയുന്ന ഡിക്ലറേഷൻ ആണെന്ത് ഇൻഷാ അല്ലാ. ക്ലിയർ ആണോ? എന്ന് വെച്ചാൽ നമുക്കൊരു ആഗ്രഹം ഉണ്ട്, ഭാവിയിൽ എന്ത് ചെയ്യണം, ഇന്നത് നടക്കണം. പക്ഷെ നമുക്കറിയാം എന്ത് അള്ളാന്റെതാണ് ഓരോത്തിന്റെയും നിയന്ത്രണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഭാവിയിൽ നമുക്ക് നടക്കണം എന്ന ആഗ്രഹമുള്ള ഒരു സാധനത്തിനെ അള്ളാന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെടുത്തി ഡിക്ലെയർ ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാ. മാഷാ അല്ലാ എന്ന് പറഞ്ഞാല് നമ്മുടെ മുന്നിൽ നടന്നൊരു സാധനത്തിനെ അള്ളാന്റെ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മുന്നിലൊരു സാധനം നടന്നു, അപ്പൊ നമ്മൾ പറയണെന്ത് മാഷാ അല്ലാ, അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അതാണത്. ഇൻഷാ അല്ലാഹ് അള്ളാഹ് ഉദ്ദേശിച്ചെങ്കിൽ, അള്ളാഹ് എങ്ങാനും ഉദ്ദേശിച്ചെങ്കിൽ നമ്മൾ, അപ്പൊ ഇതൊക്കെ എന്താണ് ഈ കൺസെപ്റ്റിനെ ഡിക്ലെയർ ചെയ്യുന്നതായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്ന് കാണാൻ പറ്റും. അവസാനത്തെ വിഷയം സനഫ്റുഉ ലക്കും അയ്യുഹസ് സഖലാൻ എന്നുള്ളതാണ്. ഈ ആയത്ത് നിങ്ങൾ ഇന്ന് പോയിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഈ ആയത്ത്, ഇതിന്റെ മുന്നേ ഉള്ള ആയത്ത് ഓതിയിട്ട് ഈ ആയത്ത് ഓതണം. ഇത്രയും സൂക്ഷ്മമായി ഓരോന്നും നിയന്ത്രിക്കുന്ന, കണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നാഥൻ എല്ലാം വിട്ടിട്ട് സൂക്ഷ്മമായിട്ട് നമ്മളെ നേരെ തിരിഞ്ഞ് നമ്മളെ വിചാരണ ചെയ്യുന്ന നിമിഷത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കാം. നമ്മളെ ഒരു മൈന്യൂട്ട് സാധനം പോലും മിസ്സാവാതെ നീ വിചാരണ ചെയ്യാൻ കഴിയുന്ന നാഥൻ നമ്മളെ മുന്നിൽ വെച്ച് സനഫ്റുഉ എന്ന് പറഞ്ഞാൽ ഞാൻ ഒഴിഞ്ഞു വരുന്നുണ്ട്, നിങ്ങൾ അവിടെ കാത്തുന്നോ, ഞാൻ റെഡിയായിട്ട് മൊത്തം ഇതൊക്കെ പണി കുറച്ചുണ്ട്, പണി കഴിഞ്ഞിട്ട് ഞാൻ ഒഴിഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ് ആ വർത്താനം. നമ്മുടെ ഉള്ളിനെ വിറപ്പിക്കേണ്ടുന്ന, നമ്മെ നന്നാക്കേണ്ടുന്ന പ്രഖ്യാപനമാണിത്. ഇതില് പിന്നെ അള്ളാഹു സൂറ മുദ്ദസ്സിറിൽ ഇതേ പ്രയോഗം പ്രയോഗിക്കുന്നുണ്ട്. ദർനി വമൻ ഖലഖ്തു വഹീദ, എന്നെയും ഞാൻ ഒറ്റക്കായി സൃഷ്ടിച്ച അവനെയും നിങ്ങൾ വിട്ടേക്കുക, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് അള്ളാഹു പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഈ ആയത്തിന്റെ ഒരു ഭാഷാ പ്രയോഗത്തിന്റെ ഖുർആന്റെ ഒരു മികവ് കൂടിയുണ്ട്. ഇതിന്റെ മുന്നേ ഉള്ള ആയത്തില് യസ് അലുഹു എന്ന് പറയുന്നുണ്ടല്ലോ, അവിടെ അള്ളാഹു തേർഡ് പേഴ്സൺ ആണ്. തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അള്ളാഹിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ എന്ത് ചെയ്യുന്നു, അവൻ എല്ലാ കാര്യവും നിയന്ത്രിക്കുന്നു എന്നുള്ളത് ഒരാളെ അള്ളാഹിനെ കുറിച്ച് പറയണം, അത് തേർഡ് പേഴ്സൺ ആണ്. തൊട്ടുടനെയുള്ള ആയത്തിൽ അള്ളാഹു ഫസ്റ്റ് പേഴ്സൺ ആവുകയാണ്, നമ്മൾ സെക്കൻഡ് പേഴ്സൺ ആവുകയാണ്. സനഫ്റുഉ ലക്കും എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹ് തേർഡ് പേഴ്സൺ ആകുമ്പോൾ നമ്മളൊരു കാര്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹ് ഫസ്റ്റ് പേഴ്സൺ ആകുമ്പോൾ നമ്മളെ നേരെ അള്ളാഹ് തിരിയാണ്. ഇത് വല്ലാതെ ഒരു ആഴം എന്ത് ചെയ്യുന്നുണ്ട് ഈ ആയത്തിന് തരുന്നുണ്ട് എന്ന് കാണാൻ പറ്റും. ഇനി അയ്യുഹസ് സഖലാൻ എന്ന് ഞാൻ പറഞ്ഞു, ഭാരിച്ച നമ്മുടെ ഭാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ നിയന്ത്രണവും ഉള്ള പടച്ചവൻ നമുക്ക് കുറച്ച് നാളത്തേക്ക് ഒരു സ്വാതന്ത്ര്യം തന്നതാണ്. ആ സ്വാതന്ത്ര്യം നമ്മൾ നല്ല രീതിയിലാണോ മോശമാണോ നിർവഹിച്ചത് എന്നതിൻ്റെ ഭാരമാണ് നമ്മൾ പേറുക. ആ ഭാരം കൊണ്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ അള്ളാഹിൻ്റെ അടുത്തേക്ക് പോവുക. ഈ ഒരു ഭാരത്തിന് മാത്രമേ അവസാനം പ്രസക്തിയുള്ളൂ. നമ്മുടെ പൈസയുടെ ഭാരം, കുടുംബത്തിന്റെ ഭാരം, തറവാടിത്തത്തിന്റെ ഭാരം, പിന്നെ സ്ഥാനങ്ങളുടെ ഭാരം, ഈ ഭാരത്തിനൊന്നും പ്രസക്തിയില്ല. ആകെ ഒരു ഭാരത്തിന് അവസാനം പ്രസക്തിയുള്ളൂ. നമ്മൾ പേറി കൊണ്ടുപോകുന്നത് അള്ളാഹ് തന്ന സ്വാതന്ത്ര്യം അവൻ ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ നിർവഹിച്ചോ ഇല്ലേ എന്നുള്ള ഒരൊറ്റ ഭാരം മാത്രമേ അവസാനം പ്രസക്തമാവുന്നുള്ളൂ. പഠിച്ചോ നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവൻ്റെ നിയന്ത്രണത്തെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു അറിവും ഈമാനും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അവനെ എല്ലായിടത്തും കാണാൻ കഴിയുന്ന, അവൻ്റെ നിയന്ത്രണത്തെ കണ്ട് അതിൽ വിശ്വസിച്ച് അവനെല്ലാം സമർപ്പിക്കാൻ കഴിയുന്ന പിന്നെ വിശ്വാസികളായി അള്ളാഹു നമ്മളെ മാറ്റി തരുമാറാകട്ടെ. പടച്ചവൻ ഗസയിലെ ജനങ്ങൾക്ക് ആശ്വാസവും സഹായവും ധൈര്യവുമൊക്കെ അള്ളാഹു ധാരാളമായി നൽകുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.